പേര് ഫ്രാൻസിസ് വലിയുന്നേൽ. ഞാനൊരു കപ്പുച്ചിൻ അച്ഛനാണ്. ആസാമിൽ 1995 മുതൽ ജോലി ചെയ്യുന്നു. ഞാനിപ്പോൾ ഷില്ലോങ് അതിരൂപതയിൽ ബെർണിഹാട്ട് പാരിഷിലെ ഇടവക വികാരിയായിട്ട് ഈ ഇടയ്ക്ക് വന്നിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ആസാമിലും മേഘാലയയിലുമൊക്കെ ആയിട്ട് പല ഇടവകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഖാസി, ഗാരോ ഗോത്രക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഇടയ്ക്കാണ് ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും മിഷൻ പ്രവർത്തനങ്ങളുമൊക്കെ. ഞങ്ങളുടെ ഇടവകയിൽ 65 വില്ലേജുകളുണ്ട്. ഖാസി, ഗാരോ, പിന്നെ ഖർബി ലാംഗ്വേജ് ഉള്ള 3 ഭാഷക്കാരാണുള്ളത്. ഈ 3 ഭാഷക്കാരുണ്ടെങ്കിലും കൂടുതലും ഖാസി, ഗാരോയുമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വില്ലേജുകളിലുള്ളത്. അപ്പോൾ 3 ഭാഷയിൽ 2 ഭാഷ നമുക്ക് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട് ഈ ഒരു ഇടവക ജോലി ചെയ്യുമ്പോൾ. ഇപ്പം ഞാനൊരു വില്ലേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊങ്കാക്കുളി എന്ന വില്ലേജിലേക്ക് പോകുന്ന വഴിക്ക് വേറെ ഒരു വില്ലേജിൻ്റെ സെമിത്തേരി ബ്ലസ് ചെയ്തേച്ചിട്ട് വെഞ്ചരിച്ചിട്ട് പിന്നെ കൊങ്കാക്കുളി എന്ന വില്ലേജിൽ സെമിത്തേരിയിൽ പ്രാർത്ഥനയും കുർബാനയും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനും നമുക്കിന്ന് പങ്കെടുക്കാം. ഞങ്ങൾ വില്ലേജിൽ പോകുന്ന വഴിയാണ്. പല വില്ലേജുകളിലേക്കും വഴിയൊന്നുമില്ല, ജീപ്പൊന്നും എത്തുകയില്ല. ഇങ്ങനെ സ്റ്റെപ്പുകളും കുന്നും പുഴയൊക്കെ കടന്നു പോകേണ്ട ഒത്തിരി വില്ലേജസ് ഉണ്ട്. മഴക്കാലമായി കഴിഞ്ഞെന്നാൽ വഴികളൊക്കെ തെന്നിത്തെറിച്ച് കിടക്കുന്ന വഴികളാണ്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കാരണം പലയിടത്തും നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പല മലയുടെ മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പെട്ടെന്നെത്താൻ പറ്റിയല്ല. നേരെ നടക്കാനും നമുക്ക്. പക്ഷേ ഈ ആൾക്കാർ നന്നായിട്ട് കയറി പോകും. ഇതിലേക്കാണ് അവർ കൃഷി ചെയ്തിട്ടുള്ള അടയ്ക്കയും മഞ്ഞൾ, ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഈ വഴി മാത്രമേ ഉള്ളൂ അവർക്ക്. തോങ്ങിനിയ ദുവായും Koblei traikindrad, oba sumer suker yaki lai phau jintau, bad oba bhenim ya kibanged hame, to pes ngyo bha yakane ka kham jongi, to kirku kirdo ya une u lum jindep, namar hangne kiwan jantait bun ki met jonki ringed, hadien ba lakut ka linti jingim jonki. ഞങ്ങളിപ്പോൾ കൊങ്കാക്കുളി എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്ക് നവംബർ മാസത്തിലെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മാസമായത് കാരണം എല്ലാ സെമിത്തേരികളിലും പ്രാർത്ഥനയും അതേപോലെ തന്നെ കുർബാന അർപ്പണമുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു 5-6 പേരെ ഇവിടെ ഈ വില്ലേജിൽ അടക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സെമിത്തേരി വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറെ ഒരു വില്ലേജിലേക്ക്, കൊങ്കാക്കുളി എന്ന് പറയുന്ന വില്ലേജിലേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ആ പോകുന്ന വഴിക്കാണ് ഈ സെമിത്തേരി വെഞ്ചരിപ്പ് നടത്തിയത്. ഇവിടുത്തെ ആൾക്കാർക്ക് നവംബറിൽ അവരുടെ പൂർവികരെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ട് കല്ലറ പോലെ അല്ലെങ്കിൽ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി പ്രാർത്ഥന നടത്തുന്നത് ഇവർക്ക് വലിയ വിശ്വാസത്തിൻ്റെ ഒരു കാരണവും കൂടിയാണ്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും അനുസരിച്ച് പുനരുദ്ധാരണത്തിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇങ്ങനെയുള്ള സെമിത്തേരി ബ്ലെസ്സിങ്, സെമിത്തേരി വെഞ്ചരിപ്പ്. അപ്പോൾ അതിന് ഇവിടുത്തെയുള്ള ഖാസി, ഗാരോ, ഖർബി എല്ലാ ആൾക്കാർക്കും പ്രത്യേകമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിലെ കുർബാന അർപ്പണത്തിലും മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലും. നമുക്കിനിയും വീണ്ടും അടുത്ത വില്ലേജിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് പല സെമിത്തേരികളിലും നമുക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവരുടെ ആൾക്കാർ പൂക്കളുമായിട്ട് വരും. അവരുടെ പൂക്കൾ വെഞ്ചരിച്ച് അല്ലെങ്കിൽ കുരിശ് വെഞ്ചരിച്ച് അവരുടെ പേരെഴുതിയ കുരിശ് വെഞ്ചരിച്ചിട്ട് അവരത് അച്ഛൻ്റെ ആശീർവദിച്ച കുരിശും ഫ്ലവേഴ്സും പൂക്കളും അവർ കൊണ്ടുപോയിട്ട് അവരുടെ കബറെടുത്തെങ്കിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന അങ്ങനെ ഒരു രീതിയും കൂടെ ഇവിടെയുണ്ട്. ഹക്കർത്തേങ് ഉപ്പ ബതുക്കോൻ ബദുമെൻസയും ബക്കുവേൻ Oblei traikinrad, oba somers, yaki laipau jintau, oba
Pinim ya kibanged hame to paid snyo pa ya kane kakam jungi to kirko kirdo ya une ulung jindep namar hangne ki wan jatait bun kimet jonki ringed hadien ka ba kut ka lindi jingim jonki ko try to isne kok pa jongi uba habneng kalong ka bakuit ka kirteng jongme kanban ka hima jongme kanlong ka mon jongme ha ka kindeu kumba habneng to wa imindag Jesus Kuble. നമ്മുടെ നാട്ടിലുള്ള ഒരു എക്കോളജിക്കൽ ഹൗസാണിത്. ഒരു ഹൗസാണിത്. ഇഷ്ടം പോലേക്ക് കോഴിയും താറാവും പട്ടിയും പട്ടിക്കുഞ്ഞും കോഴിക്കുഞ്ഞും അതിനിടയ്ക്കാണ് ഇവരൊക്കെ താമസിക്കുന്നത്. നല്ല പ്രകൃതിയോടൊക്കെ ഇണങ്ങിച്ചേർന്നിട്ടുള്ള ഒരു ജീവിതം ഉണ്ടോ. കോഴികളൊക്കെ ഒരു പേടിയുമില്ല. അങ്ങനെ ഉള്ളൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു ജീവിതമായി ഇവരിവിടെ നയിക്കുന്നു. പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ. Oblay badin borbaro ni snei yangi badi andala map yaki pop jongi on yelam yangi shaka jingim bamchukon ka yo ya kabor batimai kumtaru yennang pinskem ya ka jingjait jongi kadba nge ap mi lindi ya ka jing mi pad ki shakri jongme dautrai jongi u Jesus Christ ukun jongme ubayum ubasin sharingat badme. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗാരോ ഭാഷക്കാരുടെ ഒരു വില്ലേജിലാണ്. ഇതൊരു കത്തലിക് വില്ലേജാണ്. കാത്തലിക്സ് മാത്രമേ ഈ വില്ലേജിലുള്ളൂ. ഗാരോ ഗോത്രവർഗക്കാർ. അവരുടെ 78 കുടുംബങ്ങളുണ്ട് ഈ വില്ലേജിൽ. ഈ ഗ്രാമത്തിലെ 78 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പള്ളിയാണിത്. ഇത് 1987 പണിയ പള്ളിയാണ്. അപ്പോൾ ചെറിയൊരു പള്ളിയാണ്. ഇത്രയും ആൾക്കാർക്ക് ഒരു കുഞ്ഞു പള്ളി മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊതുവായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ പള്ളിയുടെ മുൻവശത്ത് കുറച്ച് ചെയർസ് ഇപ്പം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും പ്രോഗ്രാം നടത്തുന്നത്, കുർബാനയൊക്കെ നടത്തും. അപ്പോൾ ആൾക്കാർ ഇവിടെ പുറത്ത് പന്തൽ പോലെ ചെറിയത് ഈ പടുതയൊക്കെ വലിച്ചു കെട്ടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉള്ളൊരു സ്ഥലത്തിരുന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കും പൊതുവായിട്ടുള്ള പ്രോഗ്രാം വരുമ്പോൾ. അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഇവരുടെ സ്വന്തമായിട്ടുള്ള വില്ലേജിൽ പ്രാർത്ഥന യോഗങ്ങൾ അവർ തന്നെ നടത്തും. അവരുടെ ചെറിയൊരു കാറ്റഗിസ്റ്റുണ്ട്. ആ കാറ്റഗിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന സമ്മേളനം നടത്തും, കുടുംബ കൂട്ടായ്മ നടത്തുന്നത് പോലെ. അങ്ങനെയുള്ള പ്രാർത്ഥന രീതി ഇവിടെ ഞങ്ങൾക്ക് വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ഇവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇവിടുത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. കാര്യം പറഞ്ഞാൽ ഇപ്പം വഴി സൗകര്യങ്ങളൊക്കെ തീർത്ത് കുറവാണ്. അന്ന് ഈ പള്ളി പണിയാൻ വേണ്ടിയിട്ട് തന്നെ ഒത്തിരി ആൾക്കാരുടെ ശ്രമദാനം, പ്രത്യേകിച്ച് സാധനങ്ങൾ ഗോഹട്ടി ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വണ്ടിക്കൊന്നും എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ചുമലിലേറ്റിയുമൊക്കെ ആയിട്ടാണ് അവരൊത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇത്രയും ചെറിയൊരു പള്ളി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത അന്ന് ഉണ്ടായത്. നമുക്ക് പള്ളിയിലേക്കൊന്ന് പോയി നോക്കാം.
1996 വെഞ്ചരിച്ച ഒരു പള്ളിയാണ്. അവിടെ ഗാരോ ഗോത്രക്കാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പള്ളി. ഇവിടെ ഒത്തിരി വീട്ടുകാരുണ്ട്, നല്ല ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് നല്ല കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികൾ. ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മുടെ കത്തോലിക്ക സഭയുടെ പ്രതീക്ഷയായിട്ട് വളർന്നു വരുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ 1996 ഇവിടെ യാതൊരു വഴിയും അങ്ങനെയുള്ള സൗകര്യങ്ങളും കറണ്ടും ഒന്നും ഇല്ലാതിരുന്ന സമയത്തും അവരിത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു പള്ളിയിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവരുടെ വിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. അവരുടെ വിശ്വാസത്തെ വീണ്ടും ദൃഢീകരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. Ci una razón, ci una razón, ci una razón, ci una razón. Ci una razón. Namay nga ma. Mi chajok ma. Chajok. Oi. ഇത് നമ്മുടെ പാരിഷിൻ്റെ ഒരു ചെറിയ വീടാണ്. ഇവിടെ നമ്മുടെ വില്ലേജിൽ ഇങ്ങനെ കുർബാനയ്ക്കൊക്കെ വരുമ്പോഴത്തേക്കും കാപ്പി പിടിക്കാനൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് 78 വില്ലേജസ് വീട്ടുകാരുണ്ടെന്ന് പറഞ്ഞതിൽ അതിലെ ഒരു ചെറിയൊരു വീട്ടുകാരാണിത്. നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടുത്തെ അമ്മച്ചിയും അപ്പനും ഒക്കെ അവർ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്ത് തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുക. ഇപ്പം പിള്ളേർ മാത്രമേ ഇവിടെയുള്ളൂ. ഈ കൊച്ചിപ്പം UKG പഠിക്കുന്ന ഒരു കുഞ്ഞു കൊച്ച. നമ്മൾ ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് ബച്ചേരി അങ്ങഹായന സ്കൂൾ ചെയ്യുമോ? യാ. അവർ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ സോയാബീൻ കൂട്ടിയുള്ള ഒരു ചെറിയ കറിയും കൂടെ മാത്രമേ ഇവർ കഴിക്കുന്നുള്ളൂ. സാധാരണ എല്ലാ ദിവസവും ഇവർക്ക് 2 നേരമാണ് ഇവരുടെ ഭക്ഷണം. രാവിലെ ഒരു 9 മണിക്ക് കഴിച്ചെന്നാൽ പിന്നെ വൈകുന്നേരം 5 മണിക്കാണ് സാധാരണ കഴിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ ഇച്ചിരി ചായ കുടിക്കുമായിരിക്കാം ഈ ഊണിൻ്റെ നമ്മുടെ 12 മണി 1 മണിയുടെ സമയത്ത്. അല്ലെങ്കിൽ സാധാരണ ഇവർക്ക് 2 നേരമേ ഭക്ഷണമേ ഉള്ളൂ. രാവിലത്തെ ഭക്ഷണം ഒരു 9 മണിക്ക് കഴിച്ചേച്ചിട്ട് അവർ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തോട്ടത്തിലേക്ക് പോകും. പിന്നെ വൈകുന്നേരം തിരിച്ച് വന്നിട്ട് അത്താഴം ഉണ്ടാക്കി സന്ധ്യയാവുന്നതിന് മുമ്പ് കഴിച്ച് ഇനി സന്ധ്യയാകുമ്പോഴത്തേക്ക് ഇച്ചിരി പ്രാർത്ഥനയ്ക്ക് ചൊല്ലി അവർ കിടക്കാൻ പോയിട്ട് പോകും. അങ്ങനെയാണ് ഇവരുടെ ജീവിത രീതി. കൂടുതലും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യ സമൂഹം. ഗാരോ ഗോത്രക്കാരാണ് ഇവർ. ഇത് ഇവരുടെ ചെറിയൊരു അടുക്കളയാണ്. ചെറിയ 2 അടുപ്പ് മണ്ണ് കൊണ്ടുണ്ടാക്കി ഇരിക്കുന്ന ചെറിയ അടുപ്പ്. അതിനകത്ത് സാധാരണ ഒരെണ്ണം മാത്രമേ അവർ ഉപയോഗിക്കാറുള്ളൂ, കഞ്ഞി വെക്കാനും അതിന് ശേഷം കറി വയ്ക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിനും യമ്മയങ്ങ നക്കം ചട്നി. ആയ്യ, നല്ല ചെറിയ ഉണക്കമീനും കൊണ്ടുണ്ടാക്കിയ ചട്നിയാണിത്. ഇതിനകത്ത് ഇച്ചിരി മുളകും ഇച്ചിരി ഉള്ളി ഇട്ടിട്ടുണ്ട്. അതും കൂട്ടിയാണ് ഇവർ സാധാരണ ഭക്ഷണം കഴിക്കുന്നത്. ഇത് ചോറും കലമാണ്. ഇതിനകത്ത് ഇച്ചിരി ചോറുണ്ട്, രാവിലെ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഞാനും ഇതൊക്കെ ചാറിത്തമ്മ. ഇതിനകത്ത് ഇച്ചിരി ചായ ഉണ്ടാക്കുന്ന കലമാണ്. പിന്നെ അവിടെ വെള്ളം കൊണ്ടുവരാനുള്ള ചെറിയ കുടങ്ങൾ പോലത്തെ. ഇവിടെ അരുവിയിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. അത് തലച്ചുമടായിട്ട് തലയിൽ, നമ്മുടെ നാട്ടിൽ തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന പോലെയല്ല, പക്ഷെ പുറത്ത് ഒരു കൊട്ട വെച്ച് വെച്ചിട്ട് കൊട്ടയ്ക്കകത്ത് ഈ കുടം വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് ചുവന്നുകൊണ്ട് വരുന്നത്. ഇവർ സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത് ഉള്ളി, മുളക്, പിന്നെ ഉപ്പ്, പിന്നെ മറ്റ് മസാലകൾ, ഗരം മസാലകൾ അങ്ങനത്തെ ഇതൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണ ഇവർ ഏത് കറിക്കാണേലും ഉപയോഗിക്കുന്ന 2-3 ഐറ്റംസ് ഇത് മാത്രമേ ഉള്ളൂ. ബൈ ബൈ.
Sabado, papa que pato nga ma que pato nga, bana to nga. മലയിൽ കൃഷി ചെയ്ത കരനെല്ലാണിത്. അപ്പോൾ ഇത്രയുമാണ് ഇവരുടെ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആ നെല്ലിനോട് കൂടെ തന്നെ നട്ടിരുന്ന മുളകിൻ്റെ ചീനിയിൽ നിന്ന് കിട്ടിയ മുളക് അതും അതേപോലെ തന്നെ പറിച്ച് വെച്ചിട്ട് കിട്ടുന്നതനുസരിച്ച് പറിച്ച് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരുമാതിരി ഉണങ്ങി, ഈ ഭാഗം ഉണങ്ങിയിട്ടില്ല, പുതിയതായിട്ട് പറിച്ചുകൊണ്ട് വന്നതെന്ന് തോന്നുന്നു. ആ ഭവൻ ഗയാമോ ചെങ്പാതൊങ്ങ. നെല്ല് നട്ട കൂടെ തന്നെ മുളകും അതേപോലെ തന്നെ ഇഞ്ചിയും നട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഇവരുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ഇഞ്ചി തന്നെയാണ്, നല്ല ഇഞ്ചി. നമ്മൾ വില്ലേജിൽ കൂടെയൊക്കെ പോകുമ്പം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ പറ്റിയും അല്ലെങ്കിൽ പ്രാർത്ഥനയെ പറ്റിയും ഒക്കെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാനുള്ള നടത്തുന്നുണ്ട്. പള്ളിയിലെ പ്രസംഗങ്ങൾ മാത്രമല്ല, വീടുകളിൽ കൂടെ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥനയ്ക്കും എല്ലാ വർഷവും ഇങ്ങനെയുള്ള ഇത്രയും റിമോട്ടായിട്ടുള്ള ഇത്രയും ഉൾപ്രദേശത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും എല്ലാ വർഷവും വീട് വെഞ്ചരിപ്പൊക്കെ ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു അത്യാവശ്യം ഇവർ കാണുന്നുണ്ട്. അത് എല്ലാ വർഷവും തന്നെ ഈ വീട് വെഞ്ചരിപ്പ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എല്ലാ വർഷവും നടത്താറുണ്ട്. അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇവർ നന്നായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ വിശ്വാസം അനുസരിച്ച്, ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസം അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ഓർത്ത് ഇവിടെ ഒരു ചരട് കെട്ടിയിരിക്കുന്നതാണ്. ഇത് ചരടല്ല, ഇത് ഈ ചേടത്തിൽ തന്നെ തലമുടി, നീളമുള്ള തലമുടി പറിച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതാണ്. ഇവരുടെ വിശ്വാസം അനുസരിച്ച് ഇങ്ങനെ കെട്ടിവെച്ചെന്നാൽ ഇങ്ങനെ വേദന ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്കുള്ളത്. സഭ നങ്ങി ഹായ് ജിസിന ഞാൻ ബച്ചരി അങ്ങാച്ചോ ബൊർണി ബജാറോ അങ്ങ Lazarona yang ni wah mison si ni. Hai, cisiner song, numinga. Cerokna nang coba. Cerken mah. നമ്മുടെ ഗ്രാമങ്ങളിൽ കൂടെ കൂടുതലും ആൾക്കാർ കൃഷിയോട് ചേർന്നാണ് ജീവിക്കുന്നത്. കൃഷി സ്ഥലത്ത് അവർ സാധാരണ ഹിൽ പ്രദേശങ്ങളിലോ കുന്നും പ്രദേശങ്ങളിലും കൂടുതലും അടയ്ക്കാമരങ്ങളാണ് നടുന്നത്. നമ്മളിവിടെ തെങ്ങ് ഇവിടെ സാധാരണ കാണാറില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, 1-2 ഒക്കെ. പക്ഷേ കൂടുതലും അടയ്ക്കാമരങ്ങളും പിന്നെ അതേപോലെ തന്നെ വെറ്റില കൃഷിയാണ് ഇവർക്ക് കൂടുതലുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള കൃഷി ഉണ്ടെങ്കിലും വഴികളും അങ്ങനെയുള്ള സൗകര്യങ്ങളും കുറവുള്ളത് കാരണം അർഹതപ്പെട്ട വില ഇവർക്ക് കിട്ടുന്നില്ല. ഇവർക്ക് ജോലിക്ക് അർഹതപ്പെട്ട ഒരു വില ഇവർക്ക് കിട്ടുന്നില്ല. Indien, und dieser ja Scholar ribacha, मैं पर प्रोग्राम नहीं के बिल्कुल. ये जिसो, आप कहाँ से? अब तो इसका पास है इधर बोको में. Cisionero song, yang ni bebu mai. Mai kelas apa ni? Kelas 2. സൗബതുങ്ങ വെഞ്ചരിച്ച കുരുത്തോലയാണ് ഇവരിത്രയും നന്നായിട്ട് പവിത്രമായിട്ട് വെച്ചിരിക്കുന്നത്. പോശാന ദിവസം ഓരോരുത്തർക്കും കിട്ടിയ കുരുത്തോല വെഞ്ചരിച്ചത്. അമ്മ ജോലിക്ക് വേണ്ടിയിട്ട് തോട്ടത്തിൽ പോയിരിക്കുവാണ്. അപ്പൻ മരിച്ചുപോയി, പിന്നെ വല്യമ്മയുണ്ട്. ഇവരെങ്ങനെ 3 പേര് മാത്രമേ ഈ വീട്ടിലുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരെ സമർപ്പിച്ച് അവരുടെ നല്ല ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ചിസോൾനിച്ചിൻ പാഗപ്പ ദെഗിപ്പ രഗിസഗ്രോൻ താൽഗുപ്പ നിബിമങ്ങോ ആമേൻ ഗിതൽ നിബിയ ഓ സർഗിയ ദൊങ്കുപ്പ ചിഗ്നിയപ്പ നങ് നിബിമങ് കൊറോൻ താലൈനി ദോക്ചിന നങ് നി സോങ് നോക്കും ബാഗ്ചിന സർഗിയോ ഗിത ഗിൽ സക്കോബ നങ് നി നമ്നിക ചുസോക്ചിന Cingni salaan dini chaani ko dalo cingna unbo. Aro cingna gro nangi parangko cingni watagita cingni gro rangko watbo. Aro cingko dakma joana ramang nabe. Indiba nangi joani ko cingo jokatbo. Amen. Pagpa degpa aro gisagron talgpa nesimang napaticina. Cisunara song. Nunu
Rani, Jisner, so my class operating? Porikuja. School Rija. ഈ കൊച്ച് സ്കൂളിൽ പോകാൻ പോലും തുടങ്ങിയിട്ടില്ല. കാരണം അപ്പനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം വീട്ടിലെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് വീടിനെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വിദ്യാഭ്യാസം പോലും. ഞാൻ ആദ്യം ബത്തബിൽച്ചോങ്ജോ 7 വയസ്സുള്ള കൊച്ചായി ഇതുവരെയും സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ 1995 ഫിലോസഫി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ മിഷൻ തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഞങ്ങളെ ഷില്ലോങ്ങിൽ തിയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് പ്രദേശമായിരുന്നപ്പോൾ ഞങ്ങൾ 2 പേരെ തിയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. ആ സമയത്ത് ഞങ്ങളുടെ കപ്പുച്ചിൻ അച്ഛന്മാരായിട്ട് 2 പേര് മാത്രമേ ആ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് വന്നിട്ട് ഭാഷ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്നിട്ട് തിയോളജി പഠിക്കുന്നതിന് മുമ്പ് ഒരു 1.5 മാസത്തോളം ഞങ്ങളുടെ ആദ്യത്തെ മിഷൻ സെൻറ്ററിലുണ്ടായിരുന്നു. ആ 1.5 മാസത്തിനുള്ളിൽ തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മലേറിയ പിടിച്ചു. അത് ആസാമിലെ ഒരു വില്ലേജിൽ വെച്ചായിരുന്നു. ഇൻറ്റീരിയറായിട്ടുള്ള ഒത്തിരി ഉള്ളിലോട്ടുള്ള ഒരു വില്ലേജിൽ വെച്ചായിരുന്നു മലേറിയ പിടിച്ച്. അങ്ങനെ ആശുപത്രിയിലായി. അത് ഞങ്ങൾ 3 പേർ ഒന്നിച്ച് വന്നതിൽ 3 പേർക്കും ഒന്നിച്ച് തന്നെ മലേറിയ കിട്ടി. പക്ഷേ അതിനുശേഷവും പല പ്രാവശ്യം മലേറിയ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഷില്ലോങ്ങിൽ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ്. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ചിക്കൻ ബോക്സ് പിടിച്ചിട്ട് എന്നെ പുറത്തിറങ്ങാനോ ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്തിട്ടുള്ള ഒറ്റയ്ക്ക് ഒരു മുറിയിൽ തന്നെ താമസിക്കുകയായിരുന്നു. ക്ലാസ്സിനൊന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു. മറ്റ് സാമൂഹികമായിട്ടുള്ള പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കുർബാനയ്ക്കൊന്നും പറ്റാതിരുന്ന ആ ദിവസങ്ങളിൽ മലേറിയയും കൂടി ആ സമയത്ത് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ചിന്ത ഇങ്ങനെ കയറി. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ മിഷനിൽ വന്നിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണോ, മരിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന 2-3 ബ്രദേഴ്സ്, അവർക്കും ഇങ്ങനെയുള്ള ചിക്കൻ ബോക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ നാട്ടിൽ നിന്ന് വന്നവരായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എന്നോട് ചോദിച്ചു, നീ എന്നെ ഇവിടെ മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണോ? നിനക്ക് തിരിച്ചു പോകത്തില്ലേ? അല്ലെങ്കിൽ പ്രൊവിൻഷ്യലിനോട് പറഞ്ഞെന്നാൽ തിരിച്ചു പോകാനുള്ള അനുവാദം കിട്ടുകയില്ലേ എന്നൊക്കെ അവർ ചോദിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെയൊരു ചിന്ത വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കഷ്ടപ്പാട് വരുന്നത്? ദൈവം ഇങ്ങനെ ഒരു കഷ്ടപ്പെടുത്തുമോ? 1-2 ദിവസത്തേക്കുള്ള ഭയങ്കര ഒരു ചിന്തയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, മലേറിയ ആണെങ്കിലും ആശുപത്രി പോകാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഉള്ളിലിങ്ങനെ ഒരു ചിന്ത വന്നു. പക്ഷേ വീണ്ടും ഒരു ദിവസം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവം തന്നെയാണല്ലോ. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നാലും പോലും നമ്മൾ ചഞ്ചലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്ത എന്നിലേക്ക് വന്നു. പിറ്റേ ദിവസം മുതലേ മലേറിയ കുറയാൻ തുടങ്ങി. ചിക്കൻ ബോക്സിൽ നിന്ന് തന്നെ വിമുക്തി ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മുക്തി നേടിയിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങി. അപ്പം മുതലേ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉള്ളിൽ എൻ്റെ കൂടെ ദൈവമുണ്ട്, ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ആ ദൈവം നമ്മളെ പരിപാലിക്കും എന്നുള്ള ഒരു വിശ്വാസം, ദൃഢവിശ്വാസം എനിക്ക് ഹൃദയത്തിലുണ്ടായി. അങ്ങനെ എനിക്ക് ഇപ്പോൾ പല പ്രാവശ്യങ്ങളും മലേറിയ വന്നിട്ടുണ്ട്. വേറെ ദൈവകൃപയാലും മറ്റ് ആക്സിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ കാരണമായിട്ട്. പക്ഷേ എങ്കിലും ഒത്തിരി ദൈവിക പരിപാലനം എനിക്ക് ഒത്തിരി അനുഭവപ്പെടുവാൻ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം, അതേപോലെ തന്നെ അതിനു മുമ്പുണ്ടായിരുന്ന എക്സ്പീരിയൻസുകളിൽ കൂടെയൊക്കെ ദൈവം എങ്ങനെയാണ് എന്നെ കാത്തു പരിപാലിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ പറ്റി. അങ്ങനെ എൻ്റെ ദൈവവിളിയിൽ കൂടുതലും ദൃഢമായിട്ട് വളരുവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു മിഷൻ ഏരിയയിലാണെങ്കിലും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിനായിട്ട് ജോലി ചെയ്യുവാൻ, ദൈവജനത്തിന് പറ്റുന്ന പോലെയുള്ള സേവനം ചെയ്യുവാനുള്ള ഒരു മനക്കരുത്തും ആത്മധൈര്യവും ഒക്കെ ആ ഒരു വിശ്വാസത്തിലൂടെ വിശ്വാസം ദൃഢീകരിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. അതിന് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മുടെ കൂടെ എന്നുമുണ്ട്. ആ ഒരു വിശ്വാസമാണ് എനിക്കും ഈ ചെറിയ അജഗണത്തിന് പകർന്നു കൊടുക്കുവാനുള്ളത്. ഏത് അവസ്ഥയാണേലും ദൈവം നമ്മെ സൃഷ്ടിച്ചു, ദൈവം നമ്മെ ഇന്നുവരെ പരിപാലിച്ചു. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക, പ്രാർത്ഥനയിലൂടെ
ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. ഈ ഒരു സന്ദേശമാണ് ഞാനും ഈ കുഞ്ഞുങ്ങൾക്കും ഇവിടെയുള്ള മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച് രോഗികൾക്കുമൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞു കൊടുക്കേണ്ടതും എന്ന് ദൃഢവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് തന്നെ പോകുന്നു. പാകപ്പ ദഗിപ്പ ആരോ ഗീസക്രോന്താൽഗുപ്പാനി ബിമുങ്ങോ ആമേൻ നാപദക് mo si solnicindak mo pagapa agan bo amen nangni ya may nga chaka may dake 이시네르송 너밍아마 낭니 산이라 노칸데 ഇത് നമ്മുടെ ഒരു വില്ലേജിൽ നമ്മൾ വരുന്ന വഴിക്ക് നിർത്തുന്ന ഒരു ചെറിയ കടയാണ്. ഇവിടെ വന്നിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചിട്ട് പോകും. നമ്മുടെ കത്തോലിക്കരുടെ തന്നെ കടയാണ്. ഈ ഒരു ഏരിയയിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സാന്നിധ്യം മുഖേന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു ചെറിയ സ്കൂളുണ്ട്. 8ാം ക്ലാസ് വരെയായി. കുറച്ച് പിള്ളേരേ ഉള്ളൂ. ഈ വില്ലേജിൽ നിന്നുള്ള കുട്ടികൾ മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. നേരത്തെ ഇങ്ങോട്ട് എത്തണമെങ്കിൽ ഒത്തിരി നടന്നു വരേണ്ടതുണ്ടായിരുന്നു. ഇപ്പോഴും വഴിയൊക്കെ ശരിയായി വരുന്നുള്ളൂ. മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടാണ്. വേനൽക്കാലത്ത് മഴയില്ലാത്ത സീസണിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ആൾക്കാർക്കാണേലും വീടുകളൊക്കെ പണ്ട് പുല്ലുമേഞ്ഞ വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല വീടുകളും ഇപ്പോൾ ഇതേപോലെ തന്നെ ടിന്നിട്ടിട്ടുള്ള ചില വീടുകൾ ആയി വരുന്നു. പല വീടുകളുടെയും ഭിത്തി തന്നെ ഇപ്പോൾ ഇതേപോലെ തന്നെ ബാമ്പു കൊണ്ട് ഈറ്റ കൊണ്ട് ഇല്ലി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഭിത്തിയാണ്. ഇല്ലി കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഒത്തിരി മണ്ണ് തേച്ച് പിടിപ്പിക്കും, മെഴുകും. അങ്ങനെയാണ് അവരുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇത് ചൂടുകട്ട കൊണ്ട് സിമെൻറ്റ് കൊണ്ടുമൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചൊക്കെ ആയി വരുന്നുള്ളൂ. ജീശുനരസോങ് നമ്മങ്ങമ്മ nangni nokde badia yade chombat gupa mo dal gupa de class 8 onga ഇവിടെ ഏത് വീട്ടിൽ ചെന്നാലും അല്ലെങ്കിൽ ഏത് കടയിൽ ചെന്നാലും നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം നൽകാൻ വേണ്ടിയിട്ട് ഇവരെന്നും പച്ചവെള്ളം കുടിക്കുവാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ കുടിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ പണ്ട് മരുന്ന് കഴിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതാണേലും ചായ കുടിക്കുവാണേലും ചെറിയ ബിസ്ക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർ പ്രാർത്ഥിച്ചിട്ട് ഈശോയുടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ടേ അത് കഴിക്കുകയുള്ളൂ. അതുതന്നെ നമ്മുടെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഒരു നല്ല സാക്ഷ്യ ജീവിതമാണ് ഇവർ നയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. നല്ല ഇഞ്ചിയും ഉപ്പും പഞ്ചസാരയും കൂടെ ഇട്ട ചായ, നല്ല കട്ടൻ ചായ.